ചേട്ടനെ നോക്കുന്നത് ഇതുപോലെ ഒരു ആടിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറയുന്ന ജോലി ചെയ്തു തരാം. ഇത്ര സ്നേഹത്തോടെ വളർത്തുന്നതിൻ്റെ കാര്യം എന്തുവാ? എനിക്ക് ഇവരോട് അടങ്ങാത്ത സ്നേഹം. ഇവരില്ല എനിക്ക് ഉറക്കം വരില്ല, എനിക്ക് പറ്റില്ല. അതുപോലെ ആരം കൊടുത്ത് വളർത്തുന്ന അല്ല. ചേട്ടൻ ഇതിനൊക്കെ നമ്മളെ ഇരിക്കും. ഞാൻ ഇത് കണ്ടോ, സിംഹക്കുട്ടി വരുന്നു. സിംഹക്കുട്ടിയോ? ഇവിടെ ആട് കുറവാ, കുട്ടികളെല്ലാം കൊണ്ടുപോയി. 58 കുട്ടിക്ക് ഓർഡർ ഉണ്ട്. 58 കുട്ടിക്ക് ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് നിലവിൽ. പിന്നെ ആടില്ലാതെ തന്നെ 58 കുട്ടികൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവരും പിന്നെ പാലുള്ള ആടിനെ കൊണ്ടുവരണം, നല്ല ആടിനെ. ഇവിടുന്ന് ഒറിജിനൽ സാധനത്തിനെ കൊടുക്കത്തുള്ളൂ. ഇന്ന് വരെ ആരും കുറ്റം പറഞ്ഞിട്ട്. ക്രോസ് ബ്രീഡ് അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല. ഇല്ല, ക്രോസ് ബ്രീഡ് ഒരെണ്ണം ഉണ്ടായിരുന്നു, കൊടുത്തു. ക്രോസ് ബ്രീഡ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞേ കൊടുക്കും. അങ്ങനെ ചെയ്യിക്കത്തില്ലേ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കള്ളം ചതുവൊന്നുമില്ല, വിലപേശലില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈസ മുടക്കാൻ സത്യസന്ധ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടുക. 1-2 രൂപ പോരാ. അവിടെ നിന്ന് ഒരു 50 ആടിനെങ്കിലും കൊണ്ടുവന്നാലേ അതുപോലെ 60,000 രൂപ 75,000 രൂപ ആവും നല്ല പെണ്ണാട് വേണം. കണ്ടല്ലോ, പെണ്ണാടിന് അത്രയും വിലയാവും. 9 ദിവസമായ കുട്ടിക്ക് 16,000 രൂപ വില. അവിടെ നല്ല ക്വാളിറ്റിയുള്ള സുരോഗി, കരോളി, കുജിരി, ഇങ്ങനെയുള്ള ആടുകളാണ്. കുജിരി ഞാൻ കാണിച്ചു, മനസ്സിലായി. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ സാമ്പത്തിക മുടക്കമുള്ളവർ വന്ന് അവർക്ക് മുടക്കുന്ന ഒരു വീതം, ഒരു ലാഭത്തിൻ്റെ ഒരു വീതം കൊടുക്കാം. പണി നമ്മൾ എടുത്തോളാം, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം. പറഞ്ഞ മനസ്സിലായി. ചത് കാണിക്കില്ല. അവരുടെ പൈസ മേടിച്ചിട്ട് വഞ്ചനയൊന്നും കാണിക്കില്ല. ഒരാടെ കൂടെ പോത്തുമില്ല, പോയി അനുഭവിച്ചു. അടൂര് ഒരു ഫാമുകാരൻ വിളിച്ചുകൊണ്ട് പോയി അനുഭവിച്ചു. ഞാൻ 1.5 മാസം എൻ്റെ വണ്ടി ഓടിയത് മിച്ചം. പറഞ്ഞ മനസ്സിലായി. അത് പിന്നെ ആ പാട ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഞാൻ പോകത്തില്ലായിരുന്നു. നമ്മുടെ ഉള്ളതിനകത്ത് വന്നു. ആടില്ലെങ്കിൽ ആടില്ല, ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട, വിഷയമില്ല. എനിക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ വർഷങ്ങൾ കൊണ്ടല്ലോ കഠിനാധ്വാനമായിട്ട്. എത്ര വർഷം കൊണ്ട് ചേട്ടാ ഈ ആടുകളെ വളർത്തുന്നുണ്ട്? ഞങ്ങൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാലം പോലെ ആടുണ്ട്, വേലിയാട് 150 ആടുണ്ട്. ആ പാരമ്പര്യം എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ. ഇപ്പോഴാണ് ഞാൻ ഇത് നിങ്ങൾ ചാനലുകാരൊക്കെ വന്ന ഫേമസ് ആയത്. അത് കളയാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടത്തില്ല. പന്നലിനെ കൊടുത്തിട്ട് ഒരു കൊള്ളാത്ത ആടിനെ പിടിച്ചു കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് ഞാൻ എൻ്റെ പേര് കളയില്ല. ഇനി ആര് ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടിയെ ഒന്ന് വിറ്റ് തരാൻ വേണ്ടി നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരട്ടെ, എനിക്കറിയാം പണി മേടിക്കും. നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിന് വിറ്റാ നമ്മുടെയാന്ന് പറഞ്ഞ് നാളെ ആൾക്കാർ നമ്മുടെ അടുത്ത് വാങ്ങിയതില്ല, മേടിക്കത്തില്ല. എൻ്റെ ഉള്ള പേരൂടെ പോയി കിട്ടും. ഞാൻ അതിനൊന്നും തന്നെ ആവശ്യമില്ല പോകുന്നത്. അതുപോലെ തന്നെ ഈ ചിലർ ആടിനെ വളർത്തുന്നുണ്ട്. വിരമരുന്ന് കൊടുക്കുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആടിന് ആഹാരം കൊടുക്കല്ലേ, ഒന്നും കൊടുക്കരുത്, രാത്രി കൊടുക്കണമെന്ന്. വിരമരുന്ന് കൊടുക്കുന്ന പാല എന്തോലും കൂടിപ്പോയി എന്തെങ്കിലും പറ്റിയാൽ കൊണ്ടുപോവാം. അതുപോലെ ക്രോസ് ചെയ്തിട്ട് ആടിനെ കൊണ്ട് പറയുന്ന കെട്ടിയിടണം, കളത്തിയാണ്. അതെന്തിനാ? കിടത്തല്ലേ. ഇവിടെ ആ പരിപാടിയൊന്നുമില്ല. അയച്ചു വിടുക, ക്രോസ് ചെയ്യുക, നമ്മൾ അതിന്റെ ഇഷ്ടത്തിന് വിടുക. കുട്ടികളെ ഒന്നും ഞാൻ കാര്യമിട്ടിട്ടില്ല, കണ്ടോ, ശ്രദ്ധിച്ചോ. ഇവിടെ വന്ന് എന്താ മനസ്സിലാക്കി, ഒന്നും മനസ്സിലാക്കി മൊത്തത്തിന് അയച്ചു വിട്ടേക്ക്, നമ്മൾ അതിന്റെ ഇഷ്ടത്തിനെ. ഒരു കുട്ടി ജനിച്ചാൽ കൊടുക്കുന്നിടം വരെ കയറിടില്ല. അങ്ങനെ കയറിട്ട് വളർത്തിയാൽ കുട്ടി മുരടിച്ചു പോകും. പറഞ്ഞ മനസ്സിലായി, വളരില്ല. മനസ്സിലായല്ലോ. ഇനി ഇവരെല്ലാം വൈകിട്ട് കയറ്റി കിടത്തും. കുട്ടികളെ നമ്മൾ വെളിയിൽ നിന്നുള്ള പെണ്ണാടിനെ ഇവിടെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്നാൽ ക്രോസ് ചെയ്യിപ്പിക്കുമോ? 1000 രൂപ റേറ്റാ. ക്രോസ് ഏതിനെ വേണമെങ്കിലും ഇട്ട് ക്രോസ് ചെയ്യിപ്പിച്ചു കൊടുക്കും. ഏതിനെ വേണമെങ്കിലും അവരിഷ്ടം. നമുക്കതിനകത്ത് ഇപ്പൊ ചെയ്യിക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒറിജിനൽ വേണമെങ്കിൽ ഇവിടെ വന്നാലേ ഉള്ളൂ, അല്ല ഇല്ല. അതാണ് ഇതിനകത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, സാമ്പത്തിക മുടക്കമുള്ളവർ വരുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്, വരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഇത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വലിയ പണിയില്ല. താഴോട്ടാക്കുമോ? അല്ലയോ, താഴോട്ടാക്കി കഴിയുമ്പോൾ വലിയ പണിയില്ല. ഒരു തടിയും മേടിച്ച് നമുക്ക് കൂടടിച്ച് വൃത്തിയാണ്. അപ്പോൾ ഇറച്ചിക്ക് ഉള്ള ആടിനെ വേണേൽ കൊണ്ടുവരാം. ആടും കച്ചവടം നടക്കും, ബിസിനസ്സാണ്. അവിടെ 250 രൂപ വിലയുള്ളൂ കിലോയ്ക്ക്. ഉള്ള ആദ്യം പറയാം. നമ്മുടെ ഇവിടെ 700 രൂപ 800 രൂപ വിലയാണ്. അല്ല, അവിടെ കിലോയ്ക്ക് രാജസ്ഥാനില് 250 എന്ന് പറയുമ്പോൾ 200 ഒന്നിച്ചെടുക്കാൻ 220 രൂപ 230 രൂപയ്ക്ക് കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് എത്ര കിലോയ്ക്ക് ഒരു 400-450 രൂപയ്ക്ക് കൊടുക്കാം, പോരെ. പക്ഷെ വീട്ടുകാർക്ക് അതിനെ ആ ഒരു കുട്ടിയെ പോലും നമ്മൾ കൊടുക്കാൻ പറ്റും. അതിന് പ്രത്യേക ആടി. അതുപോലെ വളർത്താനുള്ള ആട് പ്രത്യേകം. അതിനെ ഇവിടെ കൂടെ അടിച്ചിട്ടേ ഇങ്ങനെ പെണ്ണാടിനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവർക്ക് നിരന്നങ്ങോട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ കണ്ട് കഴിയുമ്പോൾ ഇതിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടിറക്കി ആൾക്കാർ തന്നെ മേടിച്ചോണ്ട് പോകും. പിന്നെ കൊണ്ട് പട്ടിണി കിട്ടിയിട്ട് കഥയില്ല. അതിനെ നമ്മൾ കഴിക്കുന്ന പോലെ ആഹാരം കൊടുത്ത് അതിനെ വളർത്തിയെടുക്കണം. ചിലവുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് കളിയൊന്നും അല്ല. 3 മാസം കൂടുമ്പോൾ വരെ മരുന്ന് കൊടുക്കണം,
ടോണിക്കും ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരൊറ്റ നേരേ ഉള്ളൂ കൈത്തീറ്റ കുഴച്ച് വെച്ചാൽ കണ്ടില്ലേ. തവിടും ജേഴ്സി പിണ്ണാക്കും മാത്രം. തവിടും ജേഴ്സി പിണ്ണാക്കും. ഏതൊരു പച്ചവെള്ളവും കൊടുക്കും. ഇതേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. അല്ല വേറൊന്നുമില്ല. മൈലം മൈലം സ്റ്റാൻഡിന് കൊണ്ടുവന്നാടാ. സ്റ്റണ്ടിനെ കൊണ്ടുവന്ന ഇത് കൊമ്പിന് 4 കളറുണ്ട് ഷെയ്ഡ് കണ്ടില്ലേ. പിരിവിരാണെങ്കിൽ നമ്മുടെ കൈനീളം വരും കൊമ്പ്. അത് ഇനിയും കൊമ്പ് വളരും. കൊമ്പ് വളർന്ന് കൈനീളം വരും. നമ്മുടെ ഈ ഒരു കൈനീളം വരും. എന്നിട്ട് ഇത് കിഴിച്ച് ഡ്രിൽ ചെയ്ത് കിഴിച്ചിട്ട് ഇതിടും വളയം. എന്നിട്ട് മൂക്കും കുത്തും. നമ്മൾ പിടിക്കുന്നില്ലയോ? വിഷയക്കാരനായോണ്ട്. വിഷയക്കാരനാ? സ്റ്റണ്ടിന് കൊണ്ടുവന്നു. വിഷയക്കാരനല്ല. വേണ്ട വേണ്ട. ചേട്ടനെ ഇത് ഉപദ്രവിക്കത്തില്ലയോ? എന്നെ ഉപദ്രവിക്കത്തില്ല. ഞാൻ ഈ കൊമ്പെന്നുള്ള പിടുത്തം വിടില്ല. അതിനാ ഞാൻ പറയി നിൽക്കുന്നേ. ഈ പിടുത്തം കൊമ്പി പിടിച്ച ചലിക്കത്തില്ല, ചത്താവിടത്തില്ല. വിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട, എനിക്ക് വലിയൊന്നല്ല. അപ്പൊ മനസ്സിലായിക്കോളും. ഇതിനെന്താ വില വരും? ഇതിന് ക്വാളിറ്റി ആണെങ്കിൽ 1 ലക്ഷം രൂപ വരും. 1 ലക്ഷം രൂപ? 1 ലക്ഷം രൂപയുടെ ആടുണ്ട് ഇതായി. വിട്ടെന്ന് കാണിച്ചു തരാം. എന്തോ പ്രായമുണ്ട്? ഇപ്പൊ എന്തോ പ്രായമുണ്ട്? 1.5 വയസ്സ്. 1.5 വയസ്സേ ഉള്ളൂ? 1.5 വയസ്സ് മതി. 1.5 വയസ്സിലെ ഇത്ര ഡേഞ്ചർ അല്ലയോ? ഡേഞ്ചറാ ഇത്. ചിലത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കാണിച്ചാൽ അത് ഉപദ്രവിക്കുന്നതല്ല, മറ്റേത് ഇത് ഉപദ്രവിക്കും. ഇതിന്റെ നമുക്ക് ബ്രീഡിങ് ചെയ്യാൻ പറ്റും ഇവിടെ? ഇല്ല, ചെയ്യിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇങ്ങനെ കാഴ്ചക്കായിട്ട് ഇട്ടേക്കണം. സ്റ്റണ്ട് ഇല്ലാത്തോണ്ട് കൊണ്ടുപോകാൻ മേള ഇല്ലാത്തോണ്ട് കൊണ്ടുപോകാൻ. സ്റ്റണ്ട് ഉള്ളിടത്താന്നെ കൊണ്ടുപോകാം. അതിന് സ്റ്റണ്ടിന് ഇത് നമുക്ക് കൊമ്പൊന്നും ഒടിയത്തില്ലയോ? ഇവരുടെ കൊമ്പൊടിയില്ല. ഭയങ്കര ബലമായത്, ഭയങ്കര പവറുള്ള. അടുത്തൊന്നും ഇടിക്കില്ല. ഓടി വന്നേ ഇടിക്കത്തുള്ളൂ. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കൂല്ലയോ? നമ്മളെ ഇടിക്കൂ. ഞാൻ ഇത് കണ്ടോ ഈ പിടുത്തം. മുന്നിലാണെങ്കിൽ അത് ഇടിക്കും. മുന്നിലാണെങ്കിൽ ഇടിച്ച് കയറും. വേണ്ട 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 വേണ്ട. ഞാൻ കള്ളം പറയല്ല, ഞാൻ അനുഭവത്തരാ. വേണ്ട 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 വേണ്ട. ഇത് എന്നെ കുറ്റം പറയും. വേണ്ട വേണ്ട വിടണ്ട വിടണ്ട. ആട് ഇടിച്ചിട്ട് വിടണ്ട 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 വിടണ്ട. കളിയല്ലേ ഇത് നമ്മൾ എത്ര നാളായി ഇവിടെ കൊണ്ടുവന്നിട്ട്? ഇത് കുഞ്ഞിലേ ഉണ്ട്. കുഞ്ഞിനെ കൊണ്ടുവന്നേ? ഇത് കളിയല്ല. ഞാൻ അങ്ങനെ ഈ നമ്മൾ എത്ര ഇണക്കി വളർത്തിയാലും ഇവനെ ഉപദ്രവകാരിയാ. അതല്ലയോ? ഇനി മാർത്തയില്ല. എന്താ ഇതായാലും മാർത്ത എന്നെ എനിക്ക് ഞാനതാ പിടിവിടാത്ത. പിന്നെ ഒരു രസം കൊടുക്കാനുള്ളതല്ലല്ലോ. ഇത് മറ്റുള്ള ആടുകളെ ആക്രമിക്കുമോ? മുൻകൈ കൊണ്ട് അടിക്കും. ഇത് ഈ കൈ എടുക്കാം. അവിടെ നിൽക്കുക. ഞാൻ പിടിച്ചിട്ടുള്ളതുകൊണ്ട് വിടത്തില്ല. അത് പേടിക്കണ്ട. ഞാൻ ചത്താലും വിടത്തില്ല. ഞാനല്ലേ ചാവും. അപ്പൊ അറിയാം ഇത് എനിക്ക് വലിയ എന്നല്ലേ. ഉണ്ടോ? കേട്ടെ. ഓക്കെ, കയറിയോ കയറിയോ. ചുമ്മാ നിങ്ങൾ കുഞ്ഞാലിയല്ല. വേണേ വിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട. മനസ്സിലാക്കാൻ ഒരാൾ വേണ്ടി ഇവിടെ കിടന്നു. അതില്ലയോ? ഞാൻ കള്ളം പറയാ. പരസ്പരം ഇത് ആക്രമിക്കും ഇല്ലയോ? യാതൊരു ദാക്ഷിണ്യവും ഇല്ല. കെട്ടിക്കഴിഞ്ഞാൽ ചലിക്കത്തില്ല. ഇല്ല ഇല്ല, ഇനിയും ചലിക്കത്തില്ല. ഈ കൈ എടുത്ത് തട്ടിക്കുന്നു. മറ്റുള്ള ആട് ഭയങ്കര പവറാ. ഇത് ഇടിക്കുമോ? ഇല്ല. ഇത് മറ്റേ ഫീമെയിലും തമ്മിലേ കളർ വ്യത്യാസം ഉണ്ടല്ലോ. അതിൻ്റെ മോനാ ഇത്. അതെ മോനാ. സകലത്തിനുള്ള ആരൊക്കെ ചെറിയല്ല. അതോ? എന്തോ 9 മാസം കഴിഞ്ഞു. ഇപ്പോൾ 9 മാസം കഴിഞ്ഞു. 9 മാസം കഴിഞ്ഞു. അതാ. ഇത് എന്താ വില വരും? ഇതൊക്കെ നല്ല റേഞ്ച് ആവും. 50,000 മുന്നോട്ട് പോകും. ഇപ്പൊ ഈ സൈസില് വേണമെങ്കിൽ ഇത്രയും വരുമല്ലയോ? അത്രയും വരുമോന്നല്ല. ഇതിനൊക്കെ മോഹ വിലയാ. അതിൽ കുറഞ്ഞ് കൊടുക്കത്തില്ലല്ലോ. ആണല്ലേ? ഇല്ല, വിൽക്കത്തില്ല. ഇതിനെ കൊടുക്കാനുള്ളതല്ല, നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത് ഭയങ്കരനാവും. ഇതിപ്പോ എത്ര ക്രോസ് കഴിഞ്ഞു? ഇതോ ഇതിപ്പോ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരുന്നതനുസരിച്ച് നമുക്ക് ഈ നാടൻ ആടുകളെ ഇതും കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാമോ? ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്തോ കുട്ടികളായിരിക്കും ഇറങ്ങുന്നത്?
ക്രോസ് ബ്രീഡ് കുട്ടികളായി ക്രോസ് ബ്രീഡ് ഒറിജിനലേ കിട്ടില്ല കിട്ടത്തില്ല. ഇല്ല ക്രോസ് ബ്രീഡ് ഇത്രയും ക്വാളിറ്റി കിട്ടത്തില്ല. ക്വാളിറ്റി കിട്ടില്ല. ആ ആ ആ ഇത് ഭയങ്കരനാവും മുട്ടൻ. ആ അല്ല കുഞ്ഞുകളിയല്ല. ഇതിപ്പോ 9 മാസം ആയതുള്ളൂ ഇത്ര ഈ സൈസ്. കള്ളമല്ല, അതിന്റെ പല്ലും കാര്യമൊക്കെ അറിയാവുന്നവർക്ക്. ചുമ്മാ എനിക്ക് വിടുവാന്ന് വിളിച്ച് പറയാൻ പറ്റത്തില്ല. അതുപോലെ ആരം കൊടുത്ത് വളർത്തുന്ന ചുമ്മാ അല്ല. ചേട്ടൻ ഇതിനെയൊക്കെ ഇത്ര സ്നേഹത്തോടെ വളർത്തുന്നതിന്റെ കാര്യം എന്തുവാ? എനിക്ക് ഇവരോട് അടങ്ങാത്ത സ്നേഹം. ഇവരില്ല എനിക്ക് ഉറക്കം വരില്ല, എനിക്ക് പറ്റില്ല. ഇവരെന്റെ മക്കളാ, പറയാൻ മനസ്സിലായി? അതെ, ഇവരെന്റെ മക്കളാ. എല്ലാരും വേണേ കളിയാക്കി ചിരിക്കും. ചിരിക്കുന്നവർക്ക് ചിരിക്കട്ടെ, എന്ത് വേണേ പറഞ്ഞോട്ടെ. എനിക്കത് നമുക്ക് ഇതിനകത്തുള്ള സ്നേഹം വേറെ ഇവരോട് അതുപോലെ അവരെ നോക്കി വളർത്തുന്നു. ഞാൻ പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന കുട്ടിയെ മേടിക്കുന്നവർ നോക്കാമെങ്കിൽ മാത്രം മേടിച്ചോണ്ട് പോകാൻ ഇല്ലേ മേടിക്കണം. ആ ചുമ്മാ കൊണ്ട് പട്ടിണിയും കിട്ടിയിട്ട് എന്നോട് ആടിനെ മേടിച്ചോണ്ട് അത് പറ്റിയെന്ന് പറയാൻ ഉള്ള ഇടവരുത്തണം. ഇഷ്ടമുണ്ടേ കൊണ്ടുപോയാൽ ഇല്ല. വിലപേശലില്ല. നമ്മൾ അതുപോലെ അതിനെ നോക്കി എടുക്കുന്നത്. വിലപേശലില്ല. ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അത്രയും രൂപയാ. ബാർഗൻ ചെയ്താൽ കൊടുക്കത്തുമില്ല. പൊക്കളാൻ പറയും. കിട്ടത്തില്ലെന്നുള്ളത് എനിക്കറിയാം. ഞാൻ കാണിച്ചല്ലോ ആടിനെ കിട്ടും. അതെ അതെ, ചുമ്മാതല്ല ഞാൻ പറയുന്നത്. അതെ, നമ്മുടെ മനുഷ്യർക്ക് കൊടുക്കുന്ന ആഹാരം രാജസ്ഥാനി ഞാൻ കാണിച്ചില്ലേ? കള്ളയാട്ടിന് 60,000 75,000 രൂപ ഉജിരിയുടെ 9 ദിവസമായ കുട്ടിയെ കാണിച്ചു. 15,000 രൂപ വില കൊടുക്കണം. ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് 5 രൂപയ്ക്ക് 8 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. മതി മതി. സിംഹക്കുട്ടി വരുന്നു. സിംഹക്കുട്ടിയോ? നാക്കൊക്കെ നീട്ടിയിട്ടേക്ക് വന്നല്ലോ. ഇത് ഇടിക്കും ഇതുപോലെ? എന്തോ ഇത് ഇടിക്കുവോ? മറ്റേ ഇത് ഇടിക്കത്തില്ല. സൈലന്റാ? സൈലന്റ് അല്ലയോ? ധൈര്യമായിട്ടൊന്നും ഇടിക്കത്തില്ല. ഇടിക്കുന്നതിനെ കൊണ്ടുവന്നിട്ട് ഇടിക്കത്തില്ലെന്നും പറഞ്ഞു വിടത്തില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇവനെയാണ് ഇതുപോലെ ഇവിടെ ജനിച്ച ഒരു കുട്ടി ഇതുപോലെ ആക്കി തരാം. ഇവിടെ ചേട്ടൻ്റെ ജനിച്ചത് ഇവിടെ ജനിച്ചാ ഇതുപോലെ. കുതിരയുടെ എത്ര ഉണ്ടല്ലോ? കുതിരയെ പോലെ ഉണ്ടല്ലോ. ഇവിടെ എനിക്കൊരു മോനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ ഇതിനെ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. ആക്കത്തില്ലെന്നുള്ള എനിക്കറിയാം. ഒറിജിനൽ ഇത് എത്ര പ്രായമുണ്ട്? അവന് 3.5 വയസ്സ് കഴിഞ്ഞു. 3.5 വയസ്സ് കഴിഞ്ഞു. 3.5 വയസ്സ് ജനിച്ചപ്പോൾ തൊട്ട് ചേട്ടനെ നോക്കുന്നത്. ഇതുപോലെ ഒരു ആടിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ ഈ പറയുന്ന ജോലി ചെയ്തു തരാം. ഇല്ലടാ കൊടുക്കുന്ന ബദാം പരിപ്പ് ഈന്തപ്പഴമൊക്കെ തീർന്നു. ബദാം പരിപ്പ് ഈന്തപ്പഴമോ? കഴിക്കാൻ സൈലന്റ് അല്ലയോ? ഇതിന്റെ പവർ കണ്ടില്ലേ? അനങ്ങന്തല്ലേ, ചലിക്കത്തില്ലല്ലോ അത്. ഈ ഭാഗം നോക്ക്, സിംഹത്തിന്റെ കൂട്ട് കണ്ടോ? 2 എടുപ്പ്. അതെ അതെ, കണ്ടോ കണ്ടോ? അവൻ അവിടേക്ക് അവിടെ ഹീറ്റായി നിൽക്കുക മക്കളെ. കണ്ടോ ഇതാട്. എത്ര കിലോ കാണും? ഇത് എത്ര കിലോ കാണും? 110 കിലോ. ഇപ്പൊ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞു. ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. കയറ്റിക്കോട്ടെ. കയറിയോ?